ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊല്ലം നിലമേൽ വേക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് അപകടത്തിന് കാരണം? ഈ പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, ഏകദേശം ഒരു അല്പസമയം മുന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. തട്ടത്തുമല വട്ടപ്പാറ റോഡിലാണ്, കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ് അപകടമുണ്ടായത്. വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. കയറ്റം കയറിയ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത്. അപകടത്തിൽ കുട്ടികൾക്ക് ആർക്കും തന്നെ പരിക്ക് ഗുരുതരമല്ല, സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ചടയമംഗലം പോലീസും ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. കുട്ടികളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും കൊട്ടാരക്കരയിലുമായിട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ തകരാറടക്കം എന്തായിരുന്നു സംഭവിച്ചത് എന്നതടക്കം വാഹനവകുപ്പും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത് കിളിമാനൂർ വാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. ഉച്ചവരെ ഇന്ന് സ്കൂളിൽ അവർക്ക് പഠനം ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയമായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. കേട്ടോ വിനീഷ്, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വളരെ ഭയം തോന്നും. കാരണം വലിയൊരു ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വാഹനം പതിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാരണം നിയന്ത്രണം വിട്ടുപോയതാണോ ഈ അപകടത്തിന് കാരണമായത്? മാത്രമല്ല, ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോ? അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ വിനീഷ്? ടോം, വാഹനവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. വാഹനത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. വാഹനത്തിൽ ഓടിക്കുന്ന ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വാഹനത്തിന് എന്താണ് തകരാറ് സംഭവിച്ചത് അടക്കം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് വാഹനവകുപ്പ് അടക്കം നീങ്ങുന്നുണ്ട്. എന്തായാലും ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മറ്റ് ആശങ്കപ്പെട്ട കാര്യമില്ല. കുട്ടികൾക്ക് ആർക്കും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും കുട്ടികളെ എല്ലാവരും തന്നെ സുരക്ഷിതമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു കയറ്റമാണ്. കയറ്റത്ത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അങ്ങനെ വാഹനം പുറകിലേക്ക് നിരങ്ങി ഇറങ്ങിയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു താഴ്ചയിലേക്ക് വീണതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളെ ഉടൻ തന്നെ സുരക്ഷിതമായിട്ട് എല്ലാവരെയും സുരക്ഷിതമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസകരമാണ്. കേട്ടോ യെസ്, വ്യക്തമാണ്. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. കൊല്ലം നിലമേലിൽ ആണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ കുട്ടികളുടെ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റ് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. കാസർഗോഡ്